നമസ്കാരം. 2024 മെയ് 1 മുതൽ വ്യാഴം ഇടവം രാശിയിലേക്ക് ഗോചരം ചെയ്യുകയാണ്. ഒരു വർഷത്തേക്കുള്ളതാണ് ഈ ഒരു ഗോചരം. ഈ ഗോചരത്തെപ്പറ്റി നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഈ ഒരു ഗോചരം നമ്മളിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ പോകുന്നതാണ്. അതായത് ദൈത്യഗുരുവായ ശുക്രാചാര്യൻ്റെ ആധിപത്യമുള്ള ഒരു ഇടവത്തിലേക്കാണ് ശുഭഗ്രഹമായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒക്കെ കാരകഗ്രഹമായിട്ടുള്ള വ്യാഴം ഗോചരം ചെയ്യാൻ പോകുന്നത്. അതായത് ദൈത്യഗുരുവിൻ്റെ രാശിയിലേക്ക് ദേവഗുരുവിൻ്റെ പ്രവേശനം, അതായത് ദൈത്യഗുരുവിൻ്റെ വീട്ടിലേക്ക് സത്വഗുണമുള്ള ഗ്രഹം വ്യാഴം പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ഇടവം എന്നുള്ള ഒരു രാശി ആഹാരത്തെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ, നമ്മുടെ വരുമാനത്തെ, നമ്മുടെ ശുക്രനാണെങ്കിൽ ലക്ഷറിയെ, റൊമാൻസിനെ, പിന്നെ ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കളാകട്ടെ, ആഹാരമാകട്ടെ, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇപ്പോൾ വീട് മോടി പിടിപ്പിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ, ലക്ഷറി, വാഹനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ശുക്രൻ എന്നത് ജീവിത പങ്കാളിയെ കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാരകത്വം ഉള്ള ആ ഒരു ഗ്രഹത്തിൻ്റെ രാശിയിലേക്ക്, ഇപ്പോൾ ഇടവം എന്ന് പറയുമ്പോൾ അവിടെ ആഹാരത്തിനും സാമ്പത്തിക സ്ഥിതിക്കും വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ ഒരു ഗോചരത്തിൽ ആഹാരശീലങ്ങൾ, നമ്മുടെ ദൈനംദിന ശീലങ്ങൾ, ജീവിത രീതി ഒരുപാട് നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നതാണ്. പറഞ്ഞു വരുന്നത്, എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നത് ഓരോ ഗോചരവും വരാനിരിക്കുന്ന ഗോചരങ്ങളുടെ ഫലത്തെ കൂടി കാണിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ഈ വ്യാഴം പ്രത്യേകിച്ച് അടുത്ത ഗോചര സമയത്ത് തരുന്നതായിരിക്കും. നിങ്ങൾ തന്നെ വളരെ ശ്രദ്ധയോടു കൂടി ഒന്ന് മുൻ വർഷങ്ങളിലേക്ക് ഒരു അനാലിസിസ് ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ 2, 6, 8, 10 ഭാവങ്ങളിലൂടെ വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ആ സമയത്ത് നിങ്ങൾ പരാതി പറയാതെ കർമ്മം ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണോ ചെയ്തിട്ടുള്ളത്? അതിനുശേഷം പിന്നീട് വ്യാഴം അടുത്ത ഭാവങ്ങളിലേക്ക് കടക്കുമ്പോൾ എന്ത് ഫലം തന്നു? അതായത് ആ കർമ്മത്തിൻ്റെ ഫലം കറക്റ്റായിട്ട് തരുന്ന ഒരു ഗ്രഹമാണ് വ്യാഴവും. ശനി മാത്രമല്ല, ശനി വ്യാഴമാണെങ്കിൽ ഇപ്പം തന്നെ നമുക്ക് റിസൾട്ട് തരുന്നതാണ്. അതുകൊണ്ട് വ്യാഴം പൂജാതി കർമ്മങ്ങളെയോ ജ്ഞാനത്തെയോ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, എന്താണോ നമ്മൾ കർമ്മം ചെയ്തത് ആ കർമ്മഫലം കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇടവത്തിൽ ഈ വ്യാഴം ഗോചരം ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ ഫിനാൻസ് മാനേജ് ചെയ്യുന്നു എന്നൊരു കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഒരു ജീവിത ശൈലിയിലേക്കാണ്. നിങ്ങൾ ആർഭാടത്തിനായിട്ടും വാഹനങ്ങൾ വാങ്ങിക്കാനായിട്ടും, അതായത് പലതരത്തിൽ നിങ്ങൾ അമിതമായി ചിലവഴിക്കുന്നുണ്ടോ? ഒരുപാട് വസ്ത്രങ്ങൾ വാങ്ങാനായിട്ട്, ഒരുപാട് ആഡംബരത്തിനായിട്ട്, വീട് മോടി പിടിപ്പിക്കാനായിട്ട്, അതായത് വീട് റിപ്പയർ ചെയ്യുക, വാഹനങ്ങൾ റിപ്പയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യമല്ല പറഞ്ഞു വരുന്നത്. നമുക്ക് ഓൾറെഡി നല്ലൊരു വീടും താമസ സൗകര്യം ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ആർഭാടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു കൂട്ടുക. അങ്ങനെ ആർഭാടങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ചിലവഴിക്കുന്നുണ്ടോ? വാഹനത്തിനായിട്ട് ഓൾറെഡി നിങ്ങൾക്ക് സഞ്ചരിക്കാൻ വാഹനമുണ്ട്, പക്ഷെ നിങ്ങൾ കൂടുതൽ ലക്ഷറിയിലേക്ക് പോകുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഇവർ രണ്ടുപേരും 2 തരത്തിലുള്ള എനർജി ഉള്ളവരാണ്. ഒന്ന് ശുക്രനാണെങ്കിൽ രജോ ഗുണം കൂടുതലുള്ളതാണ്, ദേവഗുരു ബൃഹസ്പതി ആണെങ്കിൽ സാത്വികമായിട്ടുള്ള ഗുണങ്ങളെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ലക്ഷറിക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചിലവാക്കുകയാണെങ്കിൽ അത് പിന്നീട് നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് നിങ്ങൾക്ക് വരും വർഷങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതായത് ഏത് ഭാവത്തിൽ ഈ ഇടവം വരുന്നു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നത്, അതായത് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് കഴിക്കുന്നു എന്നത് പിന്നീടുള്ള നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നിങ്ങളിപ്പോൾ കഴിക്കുന്ന ആഹാരവും, നിങ്ങൾ ഒരുപാട് വാരി വലിച്ച് കഴിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അസുഖം വരുന്നുണ്ടോ? ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങൾ. ഇത് 2 ഗ്രഹങ്ങൾ ഒരുമിച്ച് ഈ ശുക്രൻ്റെ രാശിയിൽ വ്യാഴത്തിൻ്റെ ഒരു ഗോചരം എന്നത് പറയുന്നത് പലർക്കും ഡയബറ്റീസ് കൊണ്ടുതരാൻ, കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊണ്ടുതരാൻ അങ്ങനെയുള്ള സാധ്യതകളുമുണ്ട്. അതുപോലെ വരുന്ന ഭാവങ്ങൾക്കനുസരിച്ചിട്ട് തീർച്ചയായിട്ടും 5ാം ഭാവത്തിലൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴവും പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിലൊക്കെ ആണെങ്കിൽ ലിവറിനെ സംബന്ധിച്ചിട്ടുള്ള ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു ഗോചരം എന്നത്
ആനന്ദം തീർച്ചയായിട്ടും കൊണ്ടുതരുന്നതാണ്, സന്തോഷം കൊണ്ടുതരുന്നതാണ്, നിങ്ങൾക്ക് ലക്ഷറി കൊണ്ടുതരും. കുടുംബാംഗങ്ങൾ ഒത്തുചേരാനുള്ള സമയങ്ങൾ ഒരുപാട് വന്നു ചേരും. ഗെറ്റ് ടുഗെദർ എന്ന കാര്യമായാലും സന്തോഷമായാലും വീട്ടിലെ ഒരു പൂജാ പ്രാർത്ഥനകളാണെങ്കിലും അതുപോലെ പലതരത്തിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും പല നിക്ഷേപങ്ങൾക്കായിട്ടും ഒക്കെ നിങ്ങളുടെ ഏത് ഭാവത്തിൽ വരുന്നു എന്നതിനനുസരിച്ചിട്ട് പലതരത്തിലും നിങ്ങൾക്ക് നല്ലത് വന്നു ചേരുന്നതാണ്. എന്നിരുന്നാലും ആ ഒരു ആഹാരശീലം എന്നൊരു കാര്യവും ഒരു അമിതമായിട്ട് ചിലവഴിക്കുക എന്നൊരു കാര്യത്തെയും സൂക്ഷിക്കേണ്ടതാണ്. എന്തിന് ഞാൻ ചെയ്യുന്നു, ഇതിൻ്റെ ആവശ്യമുണ്ടോ, ആ ഒരു ദീർഘവീക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഭാവിയിൽ ഇത് ഉപകാരപ്പെടുമോ, എന്തിന് ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ വ്യാഴം വിദ്യാഭ്യാസത്തെ കൂടി സൂചിപ്പിക്കുന്നു, സന്താനങ്ങളുടെ ഒരു കാരകത്വമുണ്ട്. അപ്പോൾ ശുക്രനാണെങ്കിൽ ഒരു ജീവിത പങ്കാളിയെ കൂടി സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഭാവം എവിടെ വരുന്നു, നിങ്ങളുടെ ശുക്രനും വ്യാഴവും ഒക്കെ എവിടെ ഇരിക്കുന്നു എന്നതിനനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാകും. എന്നാലും ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നന്നായി സൂക്ഷിക്കണം. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ, അതായത് കുട്ടി ഒരു കാര്യം പഠിക്കുകയാണ്, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ പറഞ്ഞയച്ച് ചെയ്യിക്കാനാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ, ലോങ് ടേം ഇഫക്റ്റ് എന്തായിരിക്കും എന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ആ ഒരു ആധ്യാത്മിക കാര്യങ്ങൾക്കാണ്. രണ്ട് ഗ്രഹവും ആധ്യാത്മികതയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ജീവിത പങ്കാളിയോടൊപ്പം സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നത്, രണ്ടുപേരും ധ്യാനം മെഡിറ്റേഷൻ ക്ലാസ്സുകളിൽ ചേർന്ന് പഠിക്കുന്നത്, ഭഗവത്ഗീത രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അധ്യയനം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും അത്തരം സത്സംഗങ്ങളിൽ ചേരുന്നതും ഒക്കെ വളരെ ഗുണം ചെയ്യുന്നതാണ്. എല്ലായിടത്തും ആ ഒരു ഭോഗം അമിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതായത് സത്സംഗത്തിൽ നമ്മൾ പോകുന്നു, പക്ഷെ അവിടെയും നിങ്ങൾ ചെന്നിട്ടുള്ള നിങ്ങളുടെ ആഹാരശീലങ്ങൾ, അതുപോലെ നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള ആ ഒരു രജോ ഗുണം കൂടുതലായിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഉള്ള സാധ്യതകൾ വളരെ കൂടുതലുമാണ്. നമ്മൾ എത്ര നിയന്ത്രിച്ചാലും ശുക്രൻ്റെ ഒരു സ്വാധീനം അത്ര പെട്ടെന്ന് നമുക്ക് അകറ്റാൻ കഴിയില്ല. ഈ ഒരു സമയത്ത് നിഗൂഢശാസ്ത്രങ്ങൾ പഠിക്കാനായിട്ട്, ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രങ്ങളാകട്ടെ, നിങ്ങൾക്ക് ഹോമങ്ങളും മറ്റ് സ്പിരിച്വൽ പ്രാക്ടീസസും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ദീർഘകാലത്തേക്ക് ഇങ്ങനെയുള്ള ഞാൻ എൻ്റെ ജോലി ചെയ്യുകയാണ്, പക്ഷെ എന്നാലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പൂജാതി കർമ്മങ്ങൾ കൂടി ചെയ്യാൻ പോകണം, അത്തരം കാര്യങ്ങൾ പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? തീർച്ചയായിട്ടും ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും വ്യാഴം ശുക്രൻ്റെ രാശിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും പലതരത്തിലുള്ള വിദ്യകൾ തരാനായിട്ട് വ്യാഴം ഇവിടെ ശ്രമിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഒരു അസറ്റാണെന്ന് പറയുമ്പോൾ ഇതിനെ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി മാത്രമായിരിക്കുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് സ്വയം ഉയരാനുള്ളൊരു സമയമായിരിക്കും. നിങ്ങൾ ആധ്യാത്മിക കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് നിങ്ങളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ട്, പുരോഗതി കൊണ്ട് തരുന്നുണ്ട്, അതുപോലെ ആത്മസംതൃപ്തി തരുന്നുണ്ട്, ഒരു കണ്ടെയ്ൻമെൻറ്റ്, ഒരു ലൈഫ് ഒരു ബ്ലിസ്ഫുള്ളായിട്ട് ഇരിക്കുക, മനസ്സിലെ ഒരു വലിയൊരു സമാധാനം വന്നു ചേരുക, കൂടുതൽ ദൈവത്തെ അറിയാൻ പറ്റുക, അതുപോലെ ആ ഒരു നിങ്ങളുടെ ഇഷ്ടദൈവവുമായിട്ട് സംവദിക്കാൻ, സംസാരിക്കാൻ, അവരെപ്പറ്റി ചിന്തിക്കാനൊക്കെ ഉള്ളൊരു സമയമായിട്ട് ഈ ഒരു വർഷം എന്നത് നിങ്ങൾ കൂടുതലായിട്ടും ആധ്യാത്മിക കാര്യങ്ങൾക്ക് ചിലവഴിക്കേണ്ടതാണ്. ആഹാരശീലങ്ങളിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ എത്രമാത്രം സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നുവോ അത്രയും നല്ലതാണ്. അതുപോലെ അന്നദാനം നടത്താൻ കഴിയുന്നത്ര ചെയ്യേണ്ടതാണ്. അത് അന്നദാനം എന്ന് പറയുമ്പോൾ അത് എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കണം. അതായത് അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ വേണം അത് ചെയ്യാനായിട്ട്. ഇടവം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോഡിയാക്കിലെ 2ാം ഭാവമാണ്. അപ്പോൾ നാച്ചുറൽ സോഡിയാക്കിലെ 2ാം ഭാവം എന്നത് നമ്മുടെ ആഹാരശീലങ്ങളായതുകൊണ്ട്, അതായത് ഇടവത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നത് ഇടവത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. ജനറലി പറയുകയാണെങ്കിൽ ചിങ്ങം എന്നത് ആ ഒരു നമ്മുടെ നാച്ചുറൽ സോഡിയാക്കിലെ 5ാം ഭാവത്തെ സ്വാധീനിക്കുന്നത് കൊണ്ട് ശരിക്കും നമ്മുടെ ഒരു ദഹനശക്തിയെ കൂടി സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പേരും പ്രശസ്തിയും, അതുപോലെ നിങ്ങൾക്ക് വരുന്ന ലാഭങ്ങളും, അതുപോലെ പലതരത്തിലുള്ള അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനും എല്ലാത്തിനെയും നമുക്കൊന്ന് ഡീൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ഇടവത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാവങ്ങൾ, കേന്ദ്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ചിങ്ങം, വൃശ്ചികം, കുംഭം എന്നത് ലാഭത്തിൻ്റെ കൂടി രാശിയാണ്. അപ്പോൾ ലാഭം എന്നത് എപ്പോഴും പണമായിട്ട് തന്നെ വരണമെന്നില്ല. നിങ്ങളുടെ ആരോഗ്യമായിട്ട് വന്നു ചേരാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന വലിയൊരു അസുഖത്തെ നിങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിത ശൈലി കൊണ്ട്, ഡിസിപ്ലിനായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ കൊണ്ട്, ആഹാരശീലങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ കഴിയുന്നതാണ്.
പലതരത്തിലും, അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, സ്പിരിച്വൽ പ്രാക്ടീസസ് ചെയ്യുന്നത് മൂലം മന്ത്രജപങ്ങൾ, ചിങ്ങം എന്ന് പറയുമ്പോൾ 5ാം ഭാവമാണ് നാച്ചുറൽ സോഡിയാക്കിലെ. അപ്പോഴും മന്ത്രജപങ്ങൾക്കും ഹോമങ്ങൾ നടത്തുന്നത്, അതല്ലെങ്കിൽ അമ്പലത്തിൽ ഗണപതി ഹോമമൊക്കെ ചെയ്യാൻ കൊടുക്കുന്നതായാലും, നിഗൂഢ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതായാലും, മന്ത്രജപങ്ങളായാലും, സോഷ്യൽ സർവീസ് ചെയ്യുന്നതായാലും, ഈ ഒരു രാശികളെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സ് എന്നത്, നിങ്ങളുടെ 2ാം ഭാവം, നിങ്ങളുടെ ഒരു ആഹാരശീലങ്ങളെ നിങ്ങൾ മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ 2ാം ഭാവം പതുക്കെ നല്ലതാവുന്നതാണ്. അതായത് നിങ്ങളുടെ സേവിങ്സിൻ്റെ ഭാവം കുടുംബഭാവമാണ്, അതുപോലെ നിങ്ങളുടെ വാണിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ 5ാം ഭാവത്തെ, നിങ്ങളുടെ ആഹാരശീലങ്ങൾ നിങ്ങളുടെ 5ാം ഭാവത്തെ തീർച്ചയായിട്ടും, അതായത് വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്നത് ധനുരാശിയെ കാണിക്കുന്നു. അപ്പോൾ ഇവരുടെ 5ാം ഭാവം എന്ന് പറയുന്നത് ഫുഡ് ഹാബിറ്റ്സ് മാറുന്നതോടുകൂടി ഇവരുടെ ആ ഒരു പൂർവ്വജന്മ പുണ്യം, സന്താനങ്ങളുടെ കാര്യങ്ങൾ, ഇവർക്ക് ലഭിക്കാൻ പോകുന്ന പൊസിഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെയും അവിടെ നിങ്ങളുടെ 2ാം ഭാവം നല്ലതാകുമ്പോൾ വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ധനു നന്നായിട്ട് വരികയും, അതേപോലെ അതിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള മീനം, മിഥുനം, അതുപോലെ കന്നി, ഇതും നന്നായിട്ട് വരുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ഡെയിലി റുട്ടീനായാലും, രോഗം, ശത്രു, കടം എന്നൊരു ഭാഗമായാലും, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ്, മിഥുനം എന്നത് സ്കിൽസിനെ കൂടി കാണിക്കുന്നു, ആ ഒരു ഭാവമായാലും, അതുപോലെ ആധ്യാത്മികത, മോക്ഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതാണ് മീനം എന്നത്. അപ്പോൾ ആ ഒരു വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം, വൃശ്ചികം രാശിക്കാരാണെങ്കിലും സംബന്ധിച്ചിടത്തോളം 2ാം ഭാവം എന്നത് ധനുവാണ്. ആ ധനുവിലെ ഹാബിറ്റ്സ്, അതായത് ആഹാരശീലങ്ങൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 7ാം ഭാവം മാത്രമല്ല, കാരണം അവിടെ ശുക്രൻ്റെ രാശിയായിട്ടുള്ള ഇടവമുണ്ട്, അതുമാത്രമല്ല മറ്റു പല ഭാഗങ്ങളെയും സ്വാധീനിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നല്ല ആഹാരശീലങ്ങൾ, സാത്വികമായിട്ടുള്ള ആഹാരശീലങ്ങളിൽ കൂടുതലായിട്ടും രജോ ഗുണമുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇതിൽ വലിയൊരു നോ എന്നുള്ളൊരു കാര്യം എന്നത് നോൺ വെജാണ്. അതായത് നമ്മളെപ്പോലെ തന്നെയാണ് മറ്റു ജീവജാലങ്ങൾ, ഓരോ ആത്മാക്കൾ തന്നെയാണ്. അപ്പോൾ കഴിയുന്നതും ഒരുപാട് ആഹാരം കഴിക്കാതെ നമുക്ക് വിശപ്പ് മാറാനുള്ള അത്രമാത്രം ആഹാരം കഴിക്കുകയും, അതുപോലെ അത് വെജിറ്റേറിയൻ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുകയും നോൺ വെജ് ഒഴിവാക്കാൻ തന്നെ ശ്രമിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. വെജിറ്റേറിയൻ ആയാലും അതിലും തമോ ഗുണമുള്ള ആഹാരമാണ് ഉള്ളി, വെളുത്തുള്ളി എന്നീ കാര്യങ്ങളൊക്കെ. മഷ്റൂം ആയാൽ പോലും അതിനും രജോ ഗുണം ഉണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറയ്ക്കാൻ. ഉള്ളി, വെളുത്തുള്ളി എന്നിവ എല്ലാ ആഹാരങ്ങളിലും ചേർത്ത് കഴിക്കുന്ന ഒരു പതിവുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാനും കഴിയുന്നത് ഒഴിവാക്കാനും ശ്രമിക്കുക. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നത് നമ്മളിലും ആ ഒരു തമോ ഗുണം, നമ്മളിലും ആ ഒരു രജോ ഗുണം, തമോ ഗുണം കുറയുകയും ഈ ഒരു 2ാം ഭാവത്തിൻ്റെ കേന്ദ്രങ്ങൾ മെച്ചപ്പെടുന്നതുമാണ്. അതായത് വൃശ്ചികം ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ആഹാരശീലം എന്ന ധനു ഒരു ഇംപ്രൂവ് ആയിട്ട് വരുമ്പോൾ അവരുടെ ലാഭസ്ഥാനം ആക്ടിവേറ്റ് ആകുന്നതാണ്. ലാഭസ്ഥാനം എന്നത് ഇവരുടേത് കന്യയാണ്. അപ്പോൾ അത് രോഗം, ശത്രു, കടം എന്നൊരു ആംഗിളിലാണ് ആ കന്യയെ നമ്മൾ ചിന്തിക്കുന്നത്. അതേസമയം ലാഭസ്ഥാനമായതുകൊണ്ട് നിങ്ങളുടെ ഗെയിൻസിനും, ആ ഗെയിൻ എന്നതൊരു പക്ഷേ മനസ്സമാധാനമായിരിക്കാം, രോഗമുക്തിയായിരിക്കാം, അതായത് ഒരു ലാഭം ആരോഗ്യമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടായിട്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവരേണ്ടുന്ന ഒരു സമയമാണിത്. കൂടുതലായിട്ടും വ്യാഴം ഇവിടെ ശുക്രൻ്റെ രാശിയിലേക്ക് പോകുന്നത് കൊണ്ട് നിങ്ങൾ പിതൃക്കളെയൊക്കെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് അവർക്കായിട്ടും അന്നദാനമൊക്കെ ചെയ്യുക. ഇത് നിങ്ങൾക്ക് അമാവാസ്യ ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ്, അതുപോലെ അവരുടെ ആണ്ട് തിഥിയൊക്കെ വരുമ്പോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതാണ്. കഴിയുന്നതും ആ ഒരു ആർഭാടം എന്നത് കുറയ്ക്കാൻ ശ്രമിക്കുക. ഒരുപാട് ടെൻഡൻസി വരും നമുക്ക് മനസ്സിൽ, പലർക്കും തീർച്ചയായിട്ടും മനസ്സിൽ തോന്നിത്തുടങ്ങും, കുറച്ചുകൂടി വലിയൊരു വാഹനം വാങ്ങിയാലോ, അല്ലെങ്കിൽ വീടിൻ്റെ ഈ ഭാഗം ഒന്ന് ശരിയാക്കിയെടുത്താലോ, ഇങ്ങനെയുള്ള ആർഭാടങ്ങൾക്കായിട്ട്. അത് പിന്നീട് വ്യാഴം എന്നത് ഓരോ രാശികളിലൂടെ സഞ്ചരിക്കുമ്പോഴും അതിൻ്റെ ഫലം തരുന്നതാണ്. ഏത് ഭാവത്തിലൂടെ വ്യാഴത്തിൻ്റെ ഗോചരം വന്നാലും നമ്മൾ നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ പരാതി പറയാതെ, കാരണം ദേവഗുരുവാണ് വരുന്നത്, ഒരു പരാതിയുമില്ല. ഈ ഒരു ഗോചരം എന്നത് പലർക്കും, വ്യാഴം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഗ്രഹമല്ലെങ്കിൽ പലതരത്തിലും വിവാഹ ജീവിതത്തിലായാലും, അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നുള്ള അതൃപ്തിയാണെങ്കിലും, തീർച്ചയായിട്ടും വ്യാഴം ജാതകത്തിൽ നന്നല്ലെങ്കിൽ ഉള്ള
ഒരു ലക്ഷണങ്ങൾ എന്നത് സന്താനങ്ങളുടെ ഒരു സുഖമുണ്ടാകില്ല, നല്ല ഉറക്കം കിട്ടില്ല, ഒരു പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ കഴിയില്ല, നമുക്ക് എന്താ പറയുക, ഒരു എനർജിയുടെ കുറവുണ്ടാകും, അതുപോലെ മനസ്സമാധാനം ഉണ്ടാവുകയേയില്ല, കുടുംബാംഗങ്ങളുടെ ഒരു സപ്പോർട്ട്, സന്താനങ്ങളുടെ ഒരു സപ്പോർട്ട്, അവരിൽ നിന്ന് സുഖം. ഇനി നിങ്ങൾ എത്ര പണം കൊടുത്ത് അവരെ പഠിപ്പിച്ചാലും, എങ്ങനെയൊക്കെ ഉറക്കമൊഴിഞ്ഞ് നിങ്ങൾ അവരെ സംരക്ഷിച്ചിട്ട് എന്തൊക്കെ തന്നെ ചെയ്താലും വ്യാഴത്തിൻ്റെ സപ്പോർട്ടില്ലെങ്കിൽ ഒരു സന്താനങ്ങളിൽ നിന്നുള്ളൊരു സുഖമുണ്ടാകില്ല. അല്ലെങ്കിൽ നമ്മളോട് തിരിച്ച് കൂടെ താമസിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ സാത്വികമായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, പക്ഷെ നിങ്ങളോട് എതിർത്ത് സംസാരിക്കുന്ന സന്താനങ്ങൾ വന്നു ചേരുക, ജീവിത പങ്കാളിയിൽ നിന്നുള്ള സുഖം ലഭിക്കാതെ വരിക, പലതരത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത അസുഖങ്ങൾ വന്നു ചേരുക. ഇങ്ങനെയുള്ള ഈ അസുഖങ്ങളിലും ഒരാളുടെയും സപ്പോർട്ട് ലഭിക്കാതെ വരിക. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. മറ്റു ചില ഗ്രഹങ്ങൾ നല്ല അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലും നല്ല സപ്പോർട്ട് ലഭിച്ചു എന്ന് വരാം. നല്ല ഡോക്ടറെ ലഭിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ സേവിക്കാൻ ആൾക്കാരുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് രോഗം വന്നാലും നന്നായിട്ട് ആഹാരം കഴിക്കാനുള്ള ഒരു യോഗം ലഭിക്കുക, അതും വലിയ പുണ്യമാണ്. അപ്പോൾ പലതരത്തിലും ദേവഗുരുവിൻ്റെ ഒരു സപ്പോർട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ ഓരോ രാശികളിലൂടെ വ്യാഴം ഗോചരം ചെയ്യുമ്പോഴും അതിനെ നമ്മൾ അംഗീകരിക്കുക. അവിടെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വയ്ക്കാതെ ദൈവികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം കണ്ടെത്താനും കർത്തവ്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും വ്യാഴമായാൽ പോലും, ശനി കർമ്മകാരകനാണ്, വ്യാഴമാണെങ്കിൽ പോലും, കാരണം വ്യാഴം ധാർമ്മികതയോടുകൂടി കർമ്മം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ധാർമ്മികതയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ, അത് ഞാൻ എപ്പോഴും പറയുന്നു, ഒരു പോലീസുകാരനെ, ഒരു ആർമി കമാൻഡറൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ധാർമ്മികത എന്നത് രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ്. അവർ ഒരിക്കലും അവിടെ നിന്ന് ഇന്ന് രാജ്യത്തെ പട്ടാളക്കാരൻ മരിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ അവരുടെ ഒരു ധർമ്മം അവർ ശരിയായി ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അതായത് അവർക്ക് അവിടെ അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. ധാർമ്മികതയ്ക്ക് അവരുടെ ഒരു ധർമ്മം നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഒരു പൂവെങ്ങനെയാണ് അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്നത്? സുഗന്ധം പരത്തിയിട്ടാണ്. അതായത് നമുക്കെല്ലാവർക്കും ഓരോ ധർമ്മമുണ്ട്. മനുഷ്യജാതിയിൽ പരസ്പരം സ്നേഹത്തോടു കൂടിയിരിക്കുക, സഹായങ്ങൾ ചെയ്യുക എന്നത് ഒരു ധർമ്മം തന്നെയാണ്. ഇതിൽ സഹായം ചെയ്യുക എന്ന് പറയുമ്പോഴും വളരെ സൂക്ഷിക്കണം. ഇവിടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു സഹായം ചെയ്യുക എന്നുള്ള കാര്യം. ആരാണ് സഹായം അർഹിക്കുന്നത് എന്നത് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുധൻ നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. നിങ്ങളോട് സഹായം ആവശ്യപ്പെട്ട് വരുന്നവരുടെ കർമ്മം എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നതിനെ പറ്റിയും പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ ശുക്രൻ്റെ രാശിയിലാണ്, രജോ ഗുണമുള്ള ശുക്രൻ്റെ രാശിയിലേക്കാണ് വ്യാഴം പോയിരിക്കുന്നത്. ഒരു വൃദ്ധാശ്രമത്തിലേക്ക് നിങ്ങൾ അന്നദാനത്തിനായിട്ട് കൊടുക്കുമ്പോൾ അവിടെ ആ പണം പൂർണ്ണമായിട്ടും അത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നവരാണോ? അല്ലാതെ അതിൽ നിന്ന് മറ്റു കാര്യങ്ങൾ എന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആ വ്യക്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ലഹരി ഉപയോഗിക്കുക, മറ്റ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് അത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതാണ്. നിങ്ങൾ ലോജിക്കലി ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്കറിയാവുന്നതാണ് അത് ശരിയല്ല എന്നത്. അതുകൊണ്ട് എപ്പോഴും ഭഗവാനും പറയുന്നത് പാത്രമറിഞ്ഞാണ് നമ്മൾ ദാനം ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ നല്ല വിശ്വാസമുള്ള സ്ഥലങ്ങളിലേക്ക് ദാനം ചെയ്യുക, ഗോശാലകളിലേക്ക്, മരണാനന്തര ക്രിയകൾ ചെയ്തു കൊടുക്കുന്നവർ അവർക്ക് വേണ്ടിയിട്ട്, അത്തരം ക്രിയകൾ ചെയ്യാനുണ്ട്. അതിലൊക്കെ വലിയ പുണ്യമാണ്. അതായത് ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അത്തരം ആൾക്കാരെ സഹായിക്കാൻ, അനാഥാലയങ്ങളിലേക്ക്, അതായത് വളരെയധികം ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കാണ് എപ്പോഴും ദാനം ചെയ്യേണ്ടത്. അപ്പോൾ ഏത് സർവീസ് ആണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ അധ്വാനത്തിൽ നിന്നാണ് പണം പോകുന്നത്. അത് എത്തേണ്ടടുത്ത് നല്ല രീതിയിൽ എത്തേണ്ടതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ, ഈ ലൈഫ് സ്റ്റൈൽ എന്നത് എവിടെ, പ്രത്യേകിച്ച് ശുക്രൻ പണത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ പണം മാത്രമല്ല, പ്രത്യേകിച്ച് ശുക്രൻ പണത്തെ സൂചിപ്പിക്കുന്നതാണ്, ഫിനാൻസിനെ. അതുകൊണ്ട് തന്നെ എവിടെ നിങ്ങൾ ഫിനാൻസ് ഉപയോഗിക്കുന്നു എന്നത് തീർച്ചയായിട്ടും ഇത് ഞാൻ പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഗോചരം വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെ ആയിത്തീരുന്നതാണ്, ചിന്തിക്കുന്നതാണ്. ഇതുവരെ ആലോചിക്കാതെ കൊടുത്തവരൊക്കെ, അതായത് നമ്മുടെ അടുത്ത് ഇന്ന അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് പലരും വന്നിട്ടുണ്ടെങ്കിലും ഇനി നിങ്ങൾ കുറച്ചുകൂടി ചിന്തിക്കുന്നതായിരിക്കും. അതായത് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവുന്നതായിരിക്കും. ഈ വ്യക്തിക്ക് ഇത് ആവശ്യമാണോ? മാത്രമല്ല നിങ്ങൾ
തെളിവൊക്കെ ചോദിക്കുന്നതായിരിക്കും. ലോജിക്കൽ തിങ്കിങ് ഇവിടെ ശുക്രൻ വളരെയധികം ഈ ശുക്രൻ്റെ രജോ ഗുണമാണ് നമുക്ക് നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിക്കും എല്ലാത്തിനും ഒരു ഉറപ്പ് തരുന്നതും. വ്യാഴം വളരെ നിഷ്കളങ്കനാണ്, എല്ലാം അങ്ങനെ എടുത്തു കൊടുക്കും. കാരണം മീനത്തിൻ്റെ കൂടി അധിപനാണ്, കൊടുക്കാൻ കൂടുതൽ അറിയുന്നതാണ്. പക്ഷേ ഇവിടെ ശുക്രൻ്റെ രാശി ആയതുകൊണ്ട് വളരെയധികം പ്രാക്ടിക്കലായിട്ട് ചിന്തിപ്പിക്കും. അതായത് എവിടെ കൊടുക്കുന്നത്, ഞാൻ ചെയ്തോളാം നേരിട്ട്. അതായത് നിങ്ങൾക്ക് ആവശ്യമല്ലേ നടക്കേണ്ടത്, അത് ഞാൻ ചെയ്തോളാം. അങ്ങനെ നിങ്ങൾക്ക് ശരിയും തെറ്റും മനസ്സിലാക്കി തരുന്നൊരു സമയം കൂടിയായിരിക്കും. തീർച്ചയായിട്ടും ഇത് ഇടവം എന്നത് ഏത് ഭാവത്തിൽ വരുന്നു, നിങ്ങളുടെ ദശാന്തർദശകൾ എന്താണ്, ജാതകത്തിലെ ഗ്രഹങ്ങൾ ഈ പ്രത്യേകിച്ച് വ്യാഴവും ശുക്രനും ഒക്കെ എവിടെ ഇരിക്കുന്നു, ഇതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഫലങ്ങൾ വരുന്നത്. മാത്രമല്ല ഈ ഒരു വർഷക്കാലത്ത് മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവും നടക്കുന്നതാണ്. അപ്പോൾ ചെറിയൊരു ഐഡിയ ഞാൻ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം, പ്രായോഗികമായി എങ്ങനെ ചിന്തിക്കണം എന്നതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഞാൻ തന്നിരിക്കുന്നു. വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഓം നമഃ ശിവായ.